ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് പൈൽ സെലക്ഷൻ നടത്താം. ഓക്കെ, താങ്ക് യു. ഫസ്റ്റ് പൈൽ വന്നിട്ട് ഗ്രേസ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. Through gratitude, joy expands. Second വന്നിട്ട് answering the call, the time is now. Okay. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. കുറച്ചൊരു കാം മൈൻഡിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതാണ് പൈൽ 1, ഇത് പൈൽ 2. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് ഗ്രേസ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ എനർജിയാണ്. ത്രൂ ഗ്രാറ്റിറ്റ്യൂഡ് ജോയ് എക്സ്പാൻസ്. നിങ്ങൾ ഇന്നത്തെ ദിവസം ഒത്തിരി ഹാപ്പിനെസ്സിൻ്റെ എനർജിയിലിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ സന്തോഷിക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ എനർജിയിലിരിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒത്തിരി ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ്, ഒത്തിരി ഗ്രേസ് ഉണ്ടാകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഹോം ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു എനർജിയിലിരിക്കാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് എന്തെങ്കിലും വെക്കേഷൻ ടൈം ആയിരിക്കാം, ഒത്തിരി ഹാപ്പിനെസ് നൽകുന്ന എന്തെങ്കിലുമൊക്കെ ചോയ്സസ് നിങ്ങൾ റീസെൻ്റ്ലി എടുത്തിട്ടുണ്ടാകാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ഹാൻഡ്സും വളരെ മാജിക്കലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇന്നത്തെ ദിവസം വന്നിട്ട്. നമുക്ക് നോക്കാം. താങ്ക് യു. 8 ഓഫ് കപ്സിൻ്റെ എനർജി. കുറച്ച് പേര് ഇവിടെ ഒരു പോസിറ്റീവ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പാസ്റ്റിലെ കാര്യങ്ങളെല്ലാം ലെറ്റ് ഗോ ചെയ്ത് ഒരു ന്യൂ ഡയറക്ഷൻ, അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ഹാപ്പിനെസ് കൊണ്ടുതരുന്നതാണ്. ഓക്കെ, 5 ഓഫ് സോഡ്സിൻ്റെ എനർജി വന്നിട്ട് സ്ട്രോങ് ആയിട്ടിരിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. പാസ്റ്റിലെ കാര്യങ്ങൾ, പാസ്റ്റിലെ മെമ്മറീസ് നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എന്തെങ്കിലുമൊക്കെ സംസാരമായിരിക്കാം, ഓക്കെ, അതിൽ നിന്നെല്ലാം ഇന്നത്തെ ദിവസം കുറച്ചൊന്ന് വിട്ടു നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇവിടെ 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ഹാപ്പിനെസ്സിൽ, അതുപോലെ തന്നെ ഫാമിലി, ഫ്രണ്ട്സ്, കുട്ടികളുടെ എനർജി ആയിട്ട് കണക്ട് ചെയ്യുക. ആ ഒരു മേഖലയിൽ ഇന്നത്തെ ദിവസം ഫോക്കസ് കൊടുക്കുക. അത് നിങ്ങളെ കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ട് നിർത്തുന്നതാണ്. താങ്ക് യു. 6 ഓഫ് കപ്സിൻ്റെ എനർജി. കുറച്ച് പേർക്ക് പാസ്റ്റിൽ നിന്നിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു സമയത്ത് റിട്ടേൺ ആയിട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് പഴയ സ്കൂൾമേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കാം. ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ അടുത്തോട്ട് ഇന്ന് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒത്തിരി അലൈൻമെൻറ്റിൻ്റെ എനർജി, ഒത്തിരി ഹാപ്പിനെസ്സിൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് മെച്യൂരിറ്റിയുടെ എനർജിയാണ്. പാസ്റ്റിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ചോയ്സസ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ എഫർമേഷൻ എന്താണെന്ന് നോക്കാം. പൈൽ നമ്പർ 1ൻ്റെ എഫർമേഷൻ എന്താണ്? 2 ഓഫ് കപ്സിൻ്റെ എനർജി. ഐ ഫോർഗീവ് മൈസെൽഫ് ഫോർ മൈ മിസ്റ്റേക്സ്. നിങ്ങളിപ്പോൾ പ്രസൻ്റ്ലി ആ ഒരു സൂര്യൻ്റെ അടുത്തോട്ട് പോസിറ്റീവായിട്ടുള്ള ഡയറക്ഷനിൽ മൂവ് ചെയ്യാണ്. അപ്പോൾ പാസ്റ്റിലെ മിസ്റ്റേക്സ്, പാസ്റ്റിലെ കാര്യങ്ങൾ ഫോർഗീവ് ചെയ്യുക. എഗെയിൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ പാസ്റ്റ് റിട്ടേൺ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ കുറച്ചൊരു പീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഐ ഓപ്പൺ മൈ ഹേർട്ട് ടു ലവ്. അതിന് പകരം സ്നേഹം, സന്തോഷം, അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഹാർട്ട് സ്പേസ് ഓപ്പൺ ചെയ്ത് വെക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് ആൻസറിങ് ദ കോൾ, ദ ടൈം ഈസ് നൗ. നിങ്ങളുടെ ലൈഫിൽ ഡിവൈൻ ടൈമിംഗ് നടക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്.
നിങ്ങളുടെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നുണ്ടാകാം. പാസ്റ്റിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾ മാറിയിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സമയം ബോൾഡായിട്ട് നിങ്ങൾ മുന്നോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ സോൾ പർപ്പസ് ആയിട്ട് നിങ്ങൾ എന്താണോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണോ ഇവിടെ വന്നത്, ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ടിരിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോൺ കോൾ, ഇൻഫർമേഷൻ, എന്തെങ്കിലുമൊക്കെ ന്യൂസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ഹാപ്പിനെസ് കൊണ്ടുതരുന്നുണ്ടാകാം. എനിക്കിത് കുറേ കൂടെ ഒരു ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള മെസ്സേജ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഒത്തിരി സ്പിരിച്വൽ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. താങ്ക് യു. പായൽ നമ്പർ 2. ഇവിടെ ഈ ഒരു സമയത്ത് എനർജീസ് എല്ലാം ഒരു അലൈൻമെൻറ്റിലോട്ട് വരുന്നതാണ്. ഓക്കെ, നിങ്ങളെ ഇവിടെ സ്പിരിച്വാലിറ്റിയും സേഫായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെവിടെയാണോ എത്തേണ്ടത് ആ ഒരു ഡയറക്ഷനിൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേര് നിങ്ങളുടെ എന്തെങ്കിലും ഒരു പാസ്റ്റ് സൈക്കിൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ട്രാവൽ ബ്ലെസ്സിങ് ആയിരിക്കാം, കുറച്ച് പേർക്ക് വിദേശയാത്രയായിരിക്കാം. ഓക്കെ, ആ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ടാലൻറ്റ്സ്, നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഷോക്കേസ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരവും ആകാം. ഓക്കെ, പായൽ നമ്പർ 2. ഹെർമിറ്റ്. ഇവിടെ വന്നിട്ട് ഈ ഒരു ദിവസം കുറച്ചും കൂടെ നിങ്ങളുടെ ഇന്നർ വോയിസ് കേൾക്കാനായിട്ട് ശ്രമിക്കുക. പക്ഷേ അതോടൊപ്പം തന്നെ കുറച്ചും കൂടെ ഫാമിലി ആയിട്ട്, ഫ്രണ്ട്സായിട്ട്, ഓക്കെ, ആ ഒരു എനർജി ആയിട്ട് കുറച്ചും കൂടെ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഒരു ഹെർമിറ്റിൽ വന്നിട്ട് മാറി നിൽക്കുന്ന എനർജിയാണ്, എല്ലാത്തിൽ നിന്നിട്ടും ഇൻവോൾവ്മെൻ്റ് ഇല്ലാത്ത എനർജിയാണ്, കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്ത എനർജിയാണ്. അത് ഈ ഒരു സമയത്ത് കെയർഫുൾ ആകുക. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിൽ നിങ്ങൾ അർപ്പണ മനോഭാവത്തോടു കൂടി ഇൻവോൾവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഒറ്റയ്ക്ക് മാറിയിരിക്കുക, അല്ലെങ്കിൽ താൻ ഒറ്റയ്ക്കാണ്, തനിക്ക് ആരുമില്ല, ആ ഒരു എനർജിയിലോട്ട് പോകാതിരിക്കുക. അത് നിങ്ങളുടെ പാസ്റ്റാണ്. അത് പ്രസൻറ്റ് സിറ്റുവേഷനെ എഫക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട്. ഓക്കെ, പേജ് ഓഫ് സോൾസ് വന്നിട്ട് ഇന്നത്തെ ദിവസം ലേണിംഗ് ആണ് കാണിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിൽ എങ്ങനെ ന്യൂ ബിഗിനിങ് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇപ്പോൾ വന്ന ഓപ്പർച്യൂണിറ്റി ഞാൻ എങ്ങനെ നന്നായിട്ട് യൂസ് ചെയ്യാം, അതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ സ്കിൽസ് ഇവിടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ആ ഒരു എനർജിയിൽ ഫോക്കസ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു. 9 ഓഫ് സോഡ്സിൻ്റെ എനർജി എഗെയിൻ ആ ഒരു ഫോർവേഡ് മൂവ്മെൻറ്റിൻ്റെ എനർജിയാണ്. നിങ്ങൾക്കിവിടെ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഡിവൈൻ ടൈമിംഗ് നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഈ പാസ്റ്റിലെ പ്രശ്നങ്ങൾ, പാസ്റ്റിൽ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു ആൻസർ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ലഭിക്കുന്നതാണ്. ഒരു സൊല്യൂഷൻ നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നതാണ്. ഓക്കെ, ബാക്കിൽ വന്നിട്ട് ദ എംപററിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ സ്റ്റെബിലിറ്റി, ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലീഡർഷിപ്പ് റോളിലോട്ട് നിങ്ങൾ ഉയരുന്നതായിട്ടും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എഫർമേഷൻ നോക്കാം. പായൽ നമ്പർ 2യുടെ എഫർമേഷൻ എന്താണ്? താങ്ക് യു. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി. നിങ്ങൾ സ്നേഹം ചൂസ് ചെയ്യുക. ഐ ആം ഇമ്പോർട്ടൻറ്റ്. ഐ ലവ് മൈസെൽഫ് ഫുള്ളി ആൻഡ് കംപ്ലീറ്റ്ലി. ഓക്കെ, നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക, നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ പറയുക ഐ ലവ് മൈസെൽഫ് ഫുള്ളി ആൻഡ് കംപ്ലീറ്റ്ലി. ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഓക്കെ, ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു. ആ ഒരു എനർജിയിലിരിക്കാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് മാറാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.